കൊല്ലത്ത് ദേവാലയ വളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് ശാരദാമഠം CSI ദേവാലയത്തിന് ചേർന്നുള്ള സെമിത്തേരിയിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ദിലീപ് ദേവസ്യയുണ്ട് സ്ഥലത്ത്. ദിലീപ് ദേവസ്യ, എപ്പോഴാണ് ഈ സ്യൂട്ട് കേസ് കണ്ടെത്തിയത്? ദുരൂഹതയുണ്ടല്ലോ അല്ലേ? ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരും. ഇപ്പോൾ ഈ ദേവാലയ സ്ഥലത്ത് നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഒരു സ്യൂട്ട് കേസിലാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപ, ഈ അസ്ഥികൂടം മനുഷ്യൻ്റെതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇത് മനുഷ്യൻ്റെത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ പോലീസ് വ്യക്തമാക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് ഈ സാധനം കണ്ടെത്തിയ സ്കെൽട്ടൻ കണ്ടെത്തിയതിന് തൊട്ടടുത്ത് തന്നെ ഒരു പൊതു റോഡുണ്ട്. ആ പൊതു റോഡിന് അടുത്ത് നിന്ന് ആരെങ്കിലും വലിച്ചെറിയാനുള്ള ഒരു സാധ്യത അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് കവറിലാക്കിയതിനു ശേഷം പെട്ടിയിലാക്കി ഈ റോട്ടിൽ നിന്ന് വളപ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണ് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഇന്ന് ഈ പ്രദേശം വൃത്തിയാക്കാനെത്തിയ ഈ പള്ളിയിലെ ജീവനക്കാരാണ് ഇങ്ങനെയൊരു സ്കെൽട്ടൻ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കാലങ്ങളായി ഇതിവിടെ വന്ന് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കാര്യങ്ങളിലൂടെ മനസ്സിലാവും. കാരണം ഒരു പെട്ടിയിലാക്കി കിടക്കുന്ന അടച്ചിട്ട പെട്ടിയിലായിരുന്നു ഇതുണ്ടായത്. പിന്നീട് ഇത് എന്താണെന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ പോലീസ് ഇതിനുമായി ബന്ധപ്പെട്ട് ഇതിന് എങ്ങനെ വന്നു, ഇവിടെ എത്തി, ആരുടേതാണ് എന്നുള്ളതടക്കം ഇനി ശാസ്ത്രീയ പരിശോധനയടക്കം ഇതിൽ അനിവാര്യമാണ്. അതുകൊണ്ട് പോലീസ് എത്തുന്നു. ഇന്ന് രാവിലെയാണ്, അല്പം മുമ്പാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്ക് ഇതിലൊരു പ്ലാസ്റ്റിക് കവറുണ്ട്. ഈ പ്ലാസ്റ്റിക് കവറിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് കൂടുതൽ ഇവിടെ എത്തി ശാസ്ത്രീയമായി പരിശോധന നടത്തി ഇത് എവിടുന്ന് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതടക്കം കണ്ടെത്തേണ്ടത്. വളരെ പഴക്കം ചെന്ന ഒരു സ്കെൽട്ടനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തി. ഇതൊരു മനുഷ്യൻ്റേത് തന്നെ എന്നുള്ളത് വ്യക്തമാക്കുന്ന തലയോട്ടിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കാലിൻ്റേതായിട്ടുള്ളത്, തുടഭാഗത്തിൻ്റേതായിട്ടുള്ളതടക്കം എല്ലുകൾ ഇതിലുണ്ട്. ഇത് വളരെ പഴക്കം ഉള്ളതാണെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം നമ്മളടുത്ത് പറയുന്നത്. ഇനി എന്തായാലും ഇതിനും കൂടുതലുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഞാൻ ഈ റോഡും കൂടെ ഒന്ന് കാണിക്കാം ഡോക്ടർ അരുൺകുമാർ. ഇതൊരു പൊതു റോഡാണ്, ഈ സൈഡിൽ കാണുന്നത് പൊതു റോഡാണ്. അവിടെ നിന്ന് ഒരു നടന്നു പോകുന്ന ആളുകൾക്ക് പോലും വേണമെങ്കിൽ അത് പുറത്തോട്ട് ഇടാൻ പറ്റുന്ന തരത്തിൽ പൊതു റോഡാണ്. അങ്ങനെ ആരെങ്കിലും ഇട്ടതാണോ എന്നുള്ള സംശയങ്ങളടക്കം തൊട്ടടുത്ത് തന്നെ, അതായത് ഈ വളപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് സെൻറ് തോമസ് CSI ചർച്ചിൻ്റെ സിമിത്തേരി ഉള്ളത്. അങ്ങനെയെങ്കിൽ ആ സിമിത്തേരിയിൽ നിന്ന് വൈദികരടക്കം അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഭാരവാഹികളടക്കം പറയുന്നത് ഇത് പള്ളിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ സംസ്കരിച്ച ഒരു മൃതദേഹത്തിൻ്റെതല്ല. കാരണം ഇത് സംസ്കരിക്കുന്ന അല്ലെങ്കിൽ ഇത് മാറ്റി ചെയ്യുന്നതൊന്നും ഇങ്ങനെയുള്ളതല്ല, പെട്ടിയിലാക്കി മാറ്റി വെക്കുന്ന തരത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഇപ്പോൾ ഒരു പരാതി ഈ പള്ളി സെക്രട്ടറി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു വിശദീകരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇനി എവിടെ തന്നെ കൊണ്ടിട്ടതാണോ അതോ ഇനി വല്ല വീട് പൊളിച്ചപ്പോഴോ അല്ലെ പറമ്പിൽ തങ്ങനെ എടുത്ത് കൊണ്ടുവച്ചാണോ എന്നുള്ള നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സയൻറ്റിഫിക്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരും. പള്ളിക്കാരതല്ല എന്നുള്ള സെമിത്തേരി തൊട്ടടുത്തുള്ളത് കൊണ്ടൊരു സംശയം ഇല്ല. പള്ളിയുടെ സെമിത്തേരിയുടെ കുറച്ച് അങ്ങോട്ട് മാറിയാണല്ലോ. ഇവിടെ ഒരു വാട്ടർ ലൈൻ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. നമുക്ക് പരിശോധിക്കാം, എന്തെങ്കിലും ദുരൂഹത അസ്വാഭാവികത ഉണ്ടോന്ന് പരിശോധിക്കാം. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ ഒരു പരിശോധന നടത്താൻ ദുരൂഹതമായിട്ട് തന്നെയാണ് കാണുന്നത്. ഡോക്ടർ അരുൺകുമാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് വലിച്ചെറിഞ്ഞ നിലയിൽ തന്നെയാണ്. അത് ആ പെട്ടിയുടെ വീലടക്കം നമുക്ക് കാണാം. അത് മണ്ണിൽ പൂണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കാണുന്നത് കുറച്ച് കാലങ്ങളായി എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ കിടക്കുന്ന ഒരു സൂട്ട് കേസ് ഇത് മാലിന്യമാണെന്ന് കരുതിയിരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഇത് തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രദേശത്തൊക്കെ വലിയ ആൾക്കൂട്ടം, പോലീസ് എല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരടക്കം വന്ന് ഈ സ്ഥലം നോക്കുന്നു. നമുക്ക് കാണാം ഈ പൊതു റോഡാണ്. ആ റോഡിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് ഇട്ടതാണോ അല്ലെങ്കിൽ സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിനുള്ളത്. പോലീസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. കടകളോ കെട്ടിടങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്യാമറ ഒന്ന് തിരിച്ചു നോക്കൂ. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ CCTVയിൽ പെടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇതൊരു കോളേജ് ജംഗ്ഷനാണ്, നമ്മുടെ കൊല്ലത്തെ കോളേജ് ജംഗ്ഷനാണ്. അപ്പോൾ ഈ കോളേജ് ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് നമ്മളെ SN കോളേജ് ഉണ്ട്. ഈ കോളേജിൻ്റെ ഭാഗത്ത് പള്ളിയുടെ തൊട്ടടുത്ത കടകളിലെല്ലാം തന്നെ CCTV ഉണ്ട്. അത് പോലീസ് പരിശോധിക്കുകയടക്കം നിർബന്ധമായും ചെയ്യും. എന്തായാലും നമുക്ക്
പള്ളിയുടെ ഭാരവാഹികളുടെ അടുത്ത് തന്നെ നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. പള്ളിയുടെ ഭാരവാഹികൾ ചേട്ടൻ പള്ളി ഇത് കാണാം. പള്ളി എപ്പോഴാണ് ഇത് കണ്ടത്? ഇന്ന് രാവിലെ അവർ വാട്ടർ സപ്ലൈ ഇതിലെ പോകുന്നുണ്ടായിരുന്നു. അത് തപ്പിപ്പോയപ്പോഴാണ് ഈ ബ്രീഫ് കേസ് കണ്ടത്. അപ്പം കമ്പ് വെച്ച് ജസ്റ്റ് പൊക്കി നോക്കി ഒരു സ്കെൽട്ടൺ കണ്ട്. നമ്മുടെതല്ല ഈ പള്ളിയിൽ സംസ്കൃതി അല്ല ഇവിടെ കല്ലറയാണല്ലോ. കാലങ്ങളായി ഇവിടെ കിടക്കുന്നൊരു പെട്ടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നാണ് കാണുന്നത്. കണ്ടിട്ട് പോലീസിന് പരാതി അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തിയത്. നമുക്കിവിടെ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് സൈഡ് CCTV ഉള്ളതുകൊണ്ട് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതെ. എന്തായാലും ഡോക്ടർ അരുൺകുമാർ, ഇനിയൊരു പോലീസിനൊരു പരിശോധന കൃത്യമായി നടത്തേണ്ടതുണ്ട്. എങ്ങനെ ഈ ഒരു, അതായത് സിമിത്തേരി നമുക്ക് ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. സിമിത്തേരി ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെയാണ് ഈ പള്ളിയുടെ സിമിത്തേരി ഉള്ളത്. അവിടെ സംസ്കരിച്ച മൃതദേഹങ്ങളെല്ലാം രണ്ടാമത് സംസ്കരിക്കുന്ന സാഹചര്യത്തിൽ അത് പ്രത്യേകമായുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് മാറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പള്ളിയുടേതായ അലക്ഷ്യമായിട്ട് ഒരു സ്കെൽട്ടൻ പോലും മാറ്റി വെക്കില്ല എന്ന് പള്ളിക്കാർ പറയുമ്പോൾ പോലും ഈ പെട്ടിയുടെ ഇപ്പോഴത്തെ രൂപം ഞാനൊന്ന് കാണിച്ചു തരാം. പെട്ടിയുടെ കാലപ്പഴക്കമടക്കം ഞാൻ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഈ പെട്ടി ഇത്രയും പഴകിയ ഒരു പെട്ടിയാണ്. ഈ ഇവിടെ കിടന്ന തുണിയുടെ ഒരു പെട്ടിയാണ്. ഈ പെട്ടിയിൽ കൊണ്ടിട്ടു എന്ന് സംശയിക്കുന്നു. വളരെ പഴക്കം ചെന്ന പെട്ടിയാണ്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. വലിയ പോലീസ് മേധാവികളും എല്ലാം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ് സ്ഥലം സന്ദർശിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരൂഹമായ സംഭവം, കേട്ടുകേൾവില്ലാത്ത സംഭവം. മനുഷ്യൻ്റെ അസ്ഥികൂടം സൂട്ട് കേസിലാക്കി പള്ളിയുടെ വളപ്പിൽ ഇനിയിപ്പോൾ പോലീസിന് മണ്ണിൽ കിടന്ന് ദ്രവിച്ച് തുടങ്ങി അതിന്റെ ഭാഗം എന്ന നിലയിലാണോ നമുക്കത് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? കുറച്ച് പഴക്കമുണ്ടല്ലേ? ഉണ്ട് അരുൺകുമാർ. ഇത് ഇനിയൊരു ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണ്. കാരണം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതിനി മണ്ണിൽ കിടന്ന്, പോലീസിന് മറ്റൊരു സംശയം, ഇത് മണ്ണിൽ കിടന്ന് മറ്റാരെങ്കിലും വസ്തു വാങ്ങിയപ്പോൾ രണ്ടാമത് അവിടെ കുഴിച്ചപ്പോൾ കിട്ടിയത് ഒരു കവറിലാക്കി കൊണ്ടിടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജുകളിലോ മറ്റേതെങ്കിലും ലാബുകളിലേക്ക് കൊടുത്തതിനാകാനുള്ള ഒരു സാധ്യത. എന്തായാലും പോലീസിന് ഇതിലുള്ളൊരു ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കവും ആരവും DNA അടക്കം പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു കലപ്പഴക്കടക്കം നമുക്കിനി എന്തായാലും അവിടെ നിന്ന് ദുർഗന്ധമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അതായത് കുറേ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ഇവിടെ നിന്ന് മാറിക്കും. നിങ്ങളുടെ മോളിൽ ചവിട്ടല്ലേ കോടൻ ഇടും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആണ്. ഇത് ഇപ്പം ചെറിയൊരു സൂട്ട് കേസിലാണ്. സോ ഇറ്റ് ഈസ് ഓൾഡ് സംതിങ്. പഴയത് എന്തെങ്കിലും എടുത്തിട്ട് ഡംപ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. സോ വിൽ സ്റ്റാർട്ട്. അത് എന്തെങ്കിലും ആവാം. സോ ഇസ് ദിസ് ദ ഡിസ്കവറി ഇസ് ദിസ് നൗ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ്. ഫോറൻസിക് പരിശോധനയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ലീഡ്സ് ഉണ്ടാക്കുകയുള്ളൂ. സോ ദാറ്റ് ഇസ് ദ ബേസിക് ഫസ്റ്റ് വി വിൽ ഡു. കേസ് ആയാലും ശരി, സ്കെലിട്ടൺ ആയാലും ശരി, എല്ലാത്തിൻ്റെയും പഴക്കം, ബ്രാൻഡ്, അതിലൊരു കവർ കാണുന്നുണ്ട്. വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ക്ലൂസ് ഫ്രം ദാറ്റ്. ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറിന് വലിയ കാലപ്പഴക്കം ഇല്ല. ഏകദേശം ഒരു മാസങ്ങളുടെ പഴക്കങ്ങൾ മാത്രമേ ഈ പ്ലാസ്റ്റിക് കവറിന് കാണുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 5-6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് ഇതിവിടെ കൊണ്ടിടാനുള്ള സാധ്യത കാണുന്നത്. 5-6 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ പോലീസിന് ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കവും ഇത് ആരുടേതാണെന്നടക്കം കണ്ടെത്താനാകുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പോലീസിന് വലിയ സംശയമുള്ളത് ഇതൊരു പൊതു റോഡ് തൊട്ടടുത്തുള്ളത് കൊണ്ട് അത് അവിടെ നിന്ന് ആരെങ്കിലും ഇട്ടതാകാമെന്നുള്ളൊരു സംശയമാണ് പോലീസ് അടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ശാസ്ത്രീയമായ പരിശോധന നടത്തണം, ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെ അടക്കം ഉണ്ട്. ഈ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, അത് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും 6 മാസം മുൻപേക്കോ അല്ലെങ്കിൽ അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കൊണ്ടിട്ടതാകാമെന്നുള്ളൊരു സംശയം പോലീസിനടക്കം ഉള്ളതുകൊണ്ട് അത് ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇനി ഇതിൻ്റെ സൂട്ട് കേസ് അങ്ങനെ പരിശോധിക്കണം. അതിൻ്റെ പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ എന്തായാലും ആ സ്ഥലത്ത് ദുർഗന്ധമൊന്നുമില്ല എന്നതിൽ നിന്ന് ഇത് കുറച്ച് കാലപ്പഴക്കം എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല അതിലൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നതിന് വലിയ പഴക്കമില്ല എന്നുള്ളത് കൊണ്ട് ഒരു പരമാവധി 5-6 മാസത്തിന് മുൻപായിരിക്കാം അതവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. പക്ഷേ ആ ബാഗ് കാണുന്ന സമയത്ത് മഴയും വെയിലുമൊക്കെ ഏറ്റ് പൊടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. അതായത് മാസങ്ങളോളം
പെട്ടി അവിടെ കിടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതൊരു ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഒന്നുകിൽ ആരുടെയെങ്കിലും പറമ്പിൽ അവർ പുതുതായിട്ട് വാങ്ങുമ്പോൾ ആ പറമ്പിൽ കണ്ട ബോഡിയുടെ ഭാഗമായിട്ടുള്ളത് ഈ അസ്ഥികൂടം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊലപാതകമോ മറ്റോ നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്ഥികൂടം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതാവാം എന്നുള്ളതാണ്. പക്ഷേ ഇതേപോലെ തിരക്കുള്ളൊരു നഗരത്തിൽ ഇതേപോലെ CCTVയുടെ ഒക്കെ മുന്നിലൂടെ വന്ന് ഇതുകൊണ്ട് ഇടണം എന്നുണ്ടെങ്കിൽ അതിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ 6-7 മാസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വ്യക്തത കിട്ടൂ. ഫോറൻസിക് പരിശോധന തുടർന്നാൽ മാത്രമേ മൃതദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരവും കിട്ടൂ, അല്ലേ? അതെ അരുൺകുമാർ, മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ഒരു തലയോട്ടി, ഒരു കാലിൻ്റെ ഭാഗം, ഒരു തുടയുടെ ഭാഗം എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൽ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇനി എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. കാരണം ഇത് ഒരാളുടേതാണോ, അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇത് പുരുഷൻ്റെതാണോ സ്ത്രീയുടേതാണോ എന്നുള്ളതടക്കം ഇനി ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്, കാലപ്പഴക്കം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നത് ഇത് കുറച്ച് കാലങ്ങളായി ഈ മൃതദേഹത്തിൻ്റെ ഈ സ്കെൽട്ടൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാലപ്പഴക്കം പോലീസിന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് എടുക്കാം. CCTV കൂടി നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് 5-6 മാസം മുൻപുള്ള CCTVകളൊക്കെ പരിശോധിക്കേണ്ടി വരും. പല CCTVക്കും അത്രയും ദൈർഘ്യമുള്ള ഡാറ്റ, അത്രയും വലിപ്പമുള്ള ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കാനുള്ള മെമ്മറി ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല.